ഇങ്ങനെ ഇത്ര അകലെയെന്ന് നമ്മളിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിൽ നിന്ന് വരുന്നതല്ലേ 400-500 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ആളുകൾക്കെല്ലാം നല്ല താല്പര്യമാണ് പോകുന്നത്. കൈകാര്യം ചെയ്യുന്നതിനോട് യോജിപ്പില്ല. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കും കുടുംബവും കാര്യങ്ങളും ഉണ്ട്. പുള്ളിക്ക് തെറ്റ് പറ്റിയതായിരിക്കാം. പിന്നെ ക്ഷമ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഏകദേശം റിക്കവർ ആയിട്ടുണ്ട്. അമ്മമാർ റിക്കവർ ആയിട്ടുണ്ട്. അത് ICU കിടന്ന അമ്മമാരുണ്ടായിരുന്നു, അതുപോലെ ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്നവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ആയിട്ടുണ്ട്. പിന്നുള്ളത് ചെറിയ കുട്ടികൾ കുറവാണ്. അവിടെ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഭീകരത മനസ്സിലാകത്തുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാവരും കരഞ്ഞ് കണ്ണ് കലങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത് ആളുകളെല്ലാവരും. ഇപ്പം എന്നാ പറയുന്നത്, എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ജീവിതകാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മൊത്തം തകർന്നടിയുന്ന ഒരു നിമിഷത്തിലാണ് അവിടെ നിൽക്കുന്നത്. അത് നമ്മൾ TV-യിലോ മറ്റോ കാണുന്ന പോലല്ല, നേരിട്ട് കണ്ടു കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് അല്ലേ? അതെ അതെ അതെ. ഇപ്പം അവിടുത്തെ പാരൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് പാല് കൊടുക്കാന്നുള്ള ഒരു പ്ലാനിലാണ് നിങ്ങൾ പോകുന്നത്. അതെ അതെ. പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു റെസ്പോണ്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ആളുകളെല്ലാം നല്ല. ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, നമ്മൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം വേറെ ആളുകൾ ഇതിനു വേണ്ടി വരുന്നുണ്ട്. അത് മുന്നോട്ട് ഇനിയാണേലും വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആളുകൾ ഇറങ്ങുക എന്നൊരു കാര്യം കൂടെ നടന്നിട്ടുള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ ആളുകൾക്ക് എല്ലാവർക്കും തന്നെ സന്തോഷമാണ്. ഇങ്ങനെ ഇത്ര അകലെയെന്ന് നമ്മളിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിൽ നിന്ന് വരുന്നതല്ലേ 400-500 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ആളുകൾക്കെല്ലാം നല്ല താല്പര്യമാണ് പോകുന്നത്. ഇപ്പം എങ്ങനെ, ആർക്കാണ് ആദ്യം തോന്നിയത് ഇങ്ങനെ ഒരു സഹായം ഹെൽപ്പ് ചെയ്യാന്നുള്ളത്? അത് ഞങ്ങൾ മനോരമ ന്യൂസിലൊരു വാർത്ത കണ്ടു. ആ വാർത്തയുടെ അടിയിലാണ് ഞങ്ങൾ കമൻ്റ് ഇടുന്നത്. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം അത് വാർത്തയായി. ആ കമൻ്റ് എടുത്തവർ വാർത്ത ചെയ്തു. ഫോൺ നമ്പർ ഉൾപ്പെടെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്നേരം മുതൽ ഫോൺ വിളി തുടങ്ങിയതാണ്. ഇപ്പോഴും നിലയ്ക്കാത്ത ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവിടെ പോയപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടു, ഇങ്ങനെ സജിൻ ബ്രോ തന്നെ പറഞ്ഞതാണെന്ന് അറിഞ്ഞൂടാ, അവിടെ പോയി കഴിഞ്ഞപ്പം വിളിച്ചവർ പലരും വിളിക്കുന്നില്ലെന്ന്, പല ആവശ്യപ്പെട്ടവരും അങ്ങനെ എന്തെങ്കിലും. അതെ, എന്നെ വിളിച്ച ആള് നിലവിലുള്ളത് പുള്ളി കണ്ണൂരുകാരനാണ്. ആളെ തിരിച്ചു വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കണ്ണൂരാണ്. ആളെ വിളിച്ചത് വേറൊരാൾ പറഞ്ഞിട്ടാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളൊരു ആരെയും ദ്രോഹിക്കാൻ നിൽക്കേണ്ടാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അത് കാര്യമാക്കിയില്ല. നമ്മുടെ ഉദ്ദേശം അവിടെ ചെല്ലുക, നമ്മുടെ കാര്യം നിറവേറ്റുക ആയതുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഇഷ്യൂ, അതായത് നിങ്ങളുടെ പോസ്റ്റിനകത്ത് ഏതൊരു പോസ്റ്റിന് താഴെ ഇങ്ങനെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ. അതെ, അദ്ദേഹത്തെ ഇങ്ങനെ കണ്ണൂരുള്ള കുറച്ച് പേര് കൈകാര്യം ചെയ്തു. അതൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? കൈകാര്യം ചെയ്യുന്നതിനോട് യോജിപ്പില്ല. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കും കുടുംബവും കാര്യങ്ങളും ഉണ്ട്. പുള്ളിക്ക് തെറ്റ് പറ്റിയതായിരിക്കാം. പിന്നെ ക്ഷമ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റൊക്കെ നമ്മൾ കണ്ടായിരുന്നു. തെറ്റ് പറ്റിയതാണെങ്കിൽ ക്ഷമിച്ചു വിടുക. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ അകത്ത് വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പോയ സ്ഥിതിക്ക് ഇങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയോ ചേച്ചി? ഇപ്പോൾ നമ്മൾ പോയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഏകദേശം റിക്കവർ ആയിട്ടുണ്ട്. അമ്മമാർ റിക്കവർ ആയിട്ടുണ്ട്. അത് ICU കിടന്ന അമ്മമാരുണ്ടായിരുന്നു, അതുപോലെ ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്നവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ആയിട്ടുണ്ട്. പിന്നുള്ളത് ചെറിയ കുട്ടികൾ കുറവാണ്. അതായത് ഈ കുടുംബത്തോടൊപ്പം പോയേക്കുന്നവരാണ് കൂടുതലും ഉള്ളത്. അതായത് മൊത്തത്തിൽ 1-2 പേരെ അവശേഷിച്ച് വന്നേക്കുന്നവരൊക്കെ ചില കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതാണ് അവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്.